ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ജിയോ പൊളിറ്റിക്സ് ഡെവലപ്മെൻറ്റ്സ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യമേ തന്നെ നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് തുടങ്ങാം. ബംഗ്ലാദേശിൽ വക്കാറുസമാൻ ആർമിയുടെ ചീഫാണ്. അതുപോലെ തന്നെ യൂനസ് എന്ന് പറയുമ്പം താൽക്കാലിക കാവൽക്കാരൻ അല്ലെങ്കിൽ ഒരു ചീഫ് അഡ്വൈസർ ടെമ്പററി ആയിട്ട് വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം യൂനസ് UK യാത്ര ചെയ്തു, അതേപോലെ വക്കാറുസമാൻ ജർമ്മനിയിലേക്ക് യാത്ര ചെയ്തു. UK യൂനസിൻ്റെ അടുത്ത് UK ഇൻ്റലിജൻസ് MI6 അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള റായും വക്കാറുസമാനും കൂടി ചേർന്നിട്ട് നിങ്ങളെ തട്ടാനുള്ള പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് യൂനസിന് ചെറിയൊരു ഞെട്ടൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു ഞെട്ടൽ. അപ്പോൾ എന്തായാലും ഈ വിഷയം കൈമാറിയത് ശരിക്കും എന്താണ് ഇതിൻ്റെ പുറകിലുള്ള സ്ട്രാറ്റജി എന്ന് നമുക്കറിയത്തില്ല. തികച്ചും ഇന്ത്യക്കുള്ളിൽ നിന്നും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം ഇന്ത്യക്കുള്ളിൽ അങ്ങനത്തെ പ്ലാനൊന്നുമില്ല, റാക്ക് പദ്ധതികളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഒരു രാജ്യത്തിൻ്റെ ഭരണകർത്താവായിട്ട് താൽക്കാലികമെങ്കിൽ താൽക്കാലികമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആളിനെയൊക്കെ ഇങ്ങനെ പോയി വധിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ സ്വഭാവമല്ല. അങ്ങനത്തെ പ്രവൃത്തികൾ ഇന്ത്യ ഇതുവരെ ചെയ്തിട്ടില്ല, അത് ഇന്ത്യയുടെ സ്വഭാവം അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ പല രീതിയിലുള്ള കുത്തിത്തിരിപ്പുകളും ഇന്ത്യയെ ചുറ്റിപ്പറ്റി ഇപ്പം നിലവിൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചനയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് MI6 ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസറിൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കയുടെ ജെൻ ഗുറില്ല പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് US സെനറ്റിൽ പെൻറ്റഗനുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കെൻ ഗുറില്ല പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് പാകിസ്ഥാനെ അങ്ങനെ കണ്ടംപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യാനോ സാധിക്കില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യമേ തന്നെ കാനഡയിൽ നടക്കുന്ന ഇന്ത്യയെ പ്രൈമറിയിൽ തന്നെ വിളിക്കാതിരുന്നത്, അത് നമ്പർ 1. രണ്ടാമത് ഇതൊരു ഗ്ലോബൽ ടോക്ക് ആയതിനു ശേഷം നാലാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു വരുന്ന ഇന്ത്യയെ ക്ഷണിക്കാതെ ഒരു എക്കോണമിക് മീറ്റ് അഥവാ ഒരു G7 നടക്കുന്നെങ്കിൽ അത് ശരിക്കും അർത്ഥശൂന്യമായ ഒരു പ്രവൃത്തിയായിട്ട് കണക്കാക്കപ്പെടും. കാരണം ഇത്രയും വലിയൊരു എക്കോണമി, ഇത്രയും വലിയൊരു ഗ്ലോബൽ മാർക്കറ്റിനെ തള്ളിക്കൊണ്ട് അവർക്ക് ഒരിക്കലും ആ ഒരു G7 മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത്ര വലിയ മാർക്കറ്റ് രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മാർക്കറ്റാണ്. അല്ലാതെ ഇപ്പം മോദിയെ വിളിക്കില്ലയോ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പം ആ വിഷയത്തിലേക്ക് തീർച്ചയായിട്ടും ഇന്ത്യയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു G7 സാധ്യമല്ല. ആ രീതിയിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ചില പരാമർശങ്ങളൊക്കെ വരുന്നത്. പക്ഷേ പിന്നീട് ഈ G6 രാജ്യങ്ങൾ പ്രഷർ ചെയ്തിട്ടാണ് കാനഡയെ കൊണ്ട്, അല്ലെങ്കിൽ റിമൈൻഡ് ചെയ്തിട്ടാണ് കാനഡയെ കൊണ്ട് ഇന്ത്യയെ വിളിപ്പിച്ചത്. അല്ലാതെ ഇന്ത്യക്ക് പല കണ്ടീഷൻസും നിബന്ധനകളും വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്ലോബൽ ഫോറത്തിലും ആർക്കും ഒരു കണ്ടീഷനും വെച്ചുകൊണ്ട് ആരെയും വിളിക്കാനൊന്നും പറ്റത്തില്ല. അതായത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നു, അപ്പോൾ അയാൾക്ക് ഞാൻ കുറേ നിബന്ധനകൾ കൊടുക്കും. എന്ത് നിബന്ധനകളാണ് കൊടുക്കുന്നത്? ഗസ്റ്റായിട്ടാണ് ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യക്ക് പരിമിതമായ റോളാണുള്ളത്. ഇന്ത്യക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഇന്ത്യയുടെ പെർഫോമൻസ് ചെയ്യും. ഇന്ത്യക്ക് എന്താണോ ലോകത്തോട് പറയാനുള്ളത് ത്രൂ G7 അത് ഇന്ത്യ പറയും, ഇന്ത്യ മടങ്ങി വരും. അല്ലാതെ G7 അവിടെ പോയിട്ട് വലിയ പദ്ധതികളും പ്ലാനും അങ്ങനെയൊന്നും അവിടെ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ഇന്ത്യയെ അമേരിക്ക കുറച്ച് തഴഞ്ഞു നിർത്തുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഇപ്പോൾ കുറേ നാൾ കൊണ്ടേ കുറേ ലീഡർഷിപ്പിൽ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. UN നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് അവിടെ ആ ഒരു ചെയർ ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇന്ത്യക്ക് കിട്ടിയ സമയത്തും, അതേപോലെ തന്നെ ഈ ഗ്ലോബൽ സൗത്ത് എന്നുള്ള രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് കിട്ടിയ സ്വീകാര്യത, അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിൽ യൂറോപ്യൻ കൺട്രീസിലായിക്കോട്ടെ, അതേപോലെ ആഫ്രിക്കൻ റീജിയനിലായിക്കോട്ടെ, ഇവിടെയൊക്കെ തന്നെ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് ചെറിയ കണ്ണുകടിയാണ്. അമേരിക്ക പലപ്പോഴും നമ്മുടെയുമായിട്ട് ട്രേഡ് ബന്ധം, റിലേഷൻഷിപ്പ്, ഡീപ്പ് റൂട്ടിൽ നമുക്ക് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും അമേരിക്ക ശരിക്കും ഓപ്പണായിട്ട് അങ്ങനെയല്ല കരുതുന്നത്. ഇപ്പോൾ ചൈനയ്ക്കിട്ട് ഇപ്പോൾ എന്താണോ ചെയ്യുന്നത്, ഇപ്പോൾ ഇന്ത്യയാണ് ചൈനയുടെ പൊസിഷനിലുണ്ടെങ്കിൽ അമേരിക്ക ഇതേപോലെ ഇന്ന് ചൈന എടുത്ത് പെരുമാറുന്ന രീതിയിൽ അതേ രീതിയിൽ ഇന്ത്യ എടുത്ത് പെരുമാറും. അതായത് അമേരിക്കയ്ക്ക് ചൈന എടുത്തുനിന്ന് ഒരു ലെസൺ കിട്ടിയിട്ടുണ്ട്. അതായത് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അമേരിക്ക വീണ്ടും ഒരു ചൈനയെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇന്ത്യയെടുത്ത് അവർ കാണിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ്. അവർക്ക് ഇന്ത്യ വേണം, പക്ഷേ അവരുദ്ദേശിക്കുന്ന രീതിയിൽ വേണം, അവർക്ക് ആവശ്യപ്പെട്ട തരത്തിൽ വേണം. അതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ ഇന്ത്യ എടുത്ത് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പ്രഷറാണ്. ഈ പ്രഷർ എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ ബ്രിക്സ് മീറ്റ്, റഷ്യ,
ഈ ഗ്ലോബൽ സൗത്ത് ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് ഇന്ത്യ വളരെ പ്യൂറായിട്ട് അമേരിക്കയുടെ ഒപ്പം നിൽക്കണം. അതാണ് അമേരിക്കയുടെ ആഗ്രഹം. അത് നടക്കില്ല. പിന്നെ ഇന്ത്യയെ ഒഴിവാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇൻഡോ പസഫിക്കിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പാർട്ട്ണറാണ് ഇന്ത്യ. ഇന്ത്യക്ക് പലതും ചെയ്യാൻ സാധിക്കും. അതായത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയെ അമേരിക്ക ഓപ്പൺ ആയിട്ട് എതിർക്കാൻ പറ്റില്ല. അങ്ങനെ എതിർക്കുന്നെങ്കിൽ ചൈനയ്ക്ക് അതൊരു മുതൽക്കൂട്ടാവും. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് ഇന്ത്യയെ ഒരു രീതിയിലും ഉപേക്ഷിക്കാനും കഴിയാതെ ഇന്ത്യയെ അങ്ങ് സുഹൃത്താക്കി അങ്ങ് കൂടെ നിർത്താനും കഴിയാത്ത അവസ്ഥയിൽ അമേരിക്ക മുന്നോട്ട് നീങ്ങുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ പ്രഷർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന് വേറെയും കാരണമുണ്ട്. കാരണം അതായത് F-35 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റിന്റെ പ്രൊപ്പോസൽ ഇന്ത്യക്ക് മുന്നിൽ എത്തിയിട്ട് മാസങ്ങൾ കുറേയായി, ഏതാണ്ട് 2-3 മാസമായി. പക്ഷേ ഇതുവരെ ഇന്ത്യ അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യ Su-57 ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റുമായിട്ടുള്ള മാനുഫാക്ചറിങ് പ്ലാന്റ് ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് Su-57 എന്ന് പറഞ്ഞ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന്റെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ശരിക്കും ട്രംപാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഇപ്പം റഷ്യയുമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ, റഷ്യ ഉക്രൈൻ യുദ്ധം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയുമായിട്ട് ഈ Su-57 എന്ന് പറഞ്ഞ ആ ഒരു ഫിഫ്ത്ത് ജെൻ ഫൈറ്റർ ജെറ്റിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്താൽ ഇന്ത്യക്ക് അത് മേടിക്കണം എന്നാണ് താല്പര്യം. പക്ഷേ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക തീർച്ചയായിട്ടും സാങ്ഷൻസ് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റഷ്യ ഉക്രൈൻ ആ ഒരു വിഷയത്തെ കാരണം കാണിച്ചുകൊണ്ട് അമേരിക്ക സാങ്ഷൻസ് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു രീതിയിലുമുള്ള തീരുമാനം എടുക്കാതെ ഈ ഒരു ഫൈറ്റർ ജെറ്റിന്റെ ഡീല് ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന് ഒരു ഫൈറ്റർ ജെറ്റ് ഡീൽ ഉറപ്പിക്കാൻ ഇത്രയും സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഇത്രയും ടൈം ലാഗ് ആവേണ്ട കാര്യമില്ല. ഇതാണ് ഇതിന്റെ പുറകിലുള്ള കാര്യം. അപ്പോൾ ഇന്ത്യ ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, എന്തായാലും തീർച്ചയായിട്ടും അമേരിക്ക കുറച്ച് ഡിസ്റ്റൻസും കുറച്ച് മുറുമുറുപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഫൈറ്റർ ജെറ്റ് മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യ റഷ്യയുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് Su-57 മാനുഫാക്ചറിങ് യൂണിറ്റ്, അതിന്റെ ഇഞ്ചിൻ മാനുഫാക്ചറിങ് ഉൾപ്പെടെയുള്ള യൂണിറ്റ് ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായി നോക്കി കാണേണ്ടത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യ ഇപ്പോൾ ഈ ഒരു Su-57 മേടിക്കാൻ പോകുന്നു എന്നുള്ളത് എവിടെയും പറയുന്നില്ല. പക്ഷെ അതേസമയം ഇതൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അതായത് ഒരു ബിസിനസ് ഇൻഡസ്ട്രിയൽ കരാറായിട്ട് മാത്രം നിലനിൽക്കുകയാണ് ഇപ്പോൾ തൽക്കാലം. പക്ഷേ ഇന്ത്യയുടെ കറക്റ്റ് സമയത്ത് Su-57 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഓപ്പൺ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇപ്പം നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് മാത്രമാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇഞ്ചിൻ ഉൽപ്പാദിപ്പിച്ച് റഷ്യക്ക് വേണ്ട ഇഞ്ചിൻ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ അവർ വേറെ രാജ്യങ്ങൾക്ക് ഓർഡർ വരുന്നെങ്കിൽ അവിടെ സെയിൽ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം ഇന്ത്യക്ക് വേണ്ട ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷനും അവിടെ നടക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അത് ഓപ്പൺ ആയിട്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ റഷ്യയുമായിട്ട് സംസാരിച്ച് എല്ലാം നെഗോഷിയേറ്റ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്നത്, ഇന്ത്യയും റഷ്യയും ഒരുമിച്ച്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ യൂറോപ്യൻ യൂണിയനിൽ ഒരു സ്പീച്ച്, ഖാജ കല്ലാസ് യൂറോപ്യൻ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. യൂറോപ്യൻ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവും ജയശങ്കറും കൂടി ഒരേ സ്റ്റേജാണ് പങ്കിട്ടത്. ആ സ്റ്റേജിൽ അവരൊരു സൈഡിൽ നിൽപ്പുണ്ട്, ജയശങ്കർ ഒരു സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഈ സ്പീച്ച്, അപ്പോൾ ഈ ഖാജ കല്ലാസ് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവരൊരു വാക്ക് പറഞ്ഞത്, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വിഷയത്തിൽ ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കും എന്നുള്ള നിലയിലുള്ള, അതായത് തീവ്രവാദത്തിനെതിരെ നിൽക്കും എന്നുള്ള നിലയാണ് അവരെടുത്തത്. പക്ഷേ അവർ പറഞ്ഞ വാക്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ ജയശങ്കർ ഇന്റർഫെയർ ചെയ്തിട്ട് പറയുകയുണ്ടായി, അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ യാതൊരു പ്രശ്നമില്ല, ഇന്ത്യക്കും തീവ്രവാദികൾക്കുമാണ് പ്രശ്നം. ആ ഒരു കറക്ഷൻ അവിടെ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ രണ്ട് വിഷയങ്ങളാണ് ക്ലാരിഫൈ ചെയ്തത്. ജയശങ്കറിന്റെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ, പല സാഹചര്യങ്ങളിലും ഒരു തികഞ്ഞ എക്സ്പീരിയൻസ്ഡ് ഡിപ്ലോമാറ്റ് ആണെന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര മനോഹരമായിട്ടാണ് കറക്റ്റ് ചെയ്തത്. അതായത് ഇത് കറക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ, അവിടെ ഖാജ കല്ലാസിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഖാജ കല്ലാസിൻ്റെ അടുത്തൊരു എക്സ്ക്യൂസ് ചോദിച്ചിട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും പ്രശ്നമില്ല, ഇന്ത്യക്കും തീവ്രവാദികൾക്കും ഇടയിലാണ് പ്രശ്നം എന്നുള്ളത് തിരുത്തി കൊടുത്തതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു രീതിയിൽ പാകിസ്ഥാനെ ഞങ്ങൾ അങ്ങനെ വിരോധികളായിട്ടോ ശത്രുക്കളായിട്ടല്ല കാണുന്നത് എന്നുള്ള മെസ്സേജ് കൊടുക്കുകയും, അതുപോലെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദത്തിനെ ഒരു രീതിയിലും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറയുകയും, അതിലൂടെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഞാനാണ് മീഡിയേഷൻ ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയ ട്രംപിന് കൂടി ഒരു മറുപടിയാണിത്. അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമില്ലല്ലോ, പിന്നെന്ത് മീഡിയേഷൻ? ഇന്ത്യക്കും തീവ്രവാദികൾക്കും ഇടയിലാണ് പ്രശ്നം ഉണ്ടായിരുന്നത്.
അതിന് ഇന്ത്യ പാകിസ്ഥാന്റെ ഉള്ളിലെ തീവ്രവാദ ക്യാമ്പുകളെയാണ് അറ്റാക്ക് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ട്രംപിന് എന്താണ് റോള്? അപ്പം ഇതാണ് നമ്മൾ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഈ രീതിയിൽ ഡിപ്ലോമാറ്റിക് ഡയലോഗുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വെറുതെ പറയുന്നതല്ല, ഇത് 100% അപ്രിഷിയേറ്റബിൾ ആണ്. അപ്പം ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്, ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ട്, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരിക്കലും, ഇന്ത്യ ഇപ്പം ഇൻഡോ പസഫിക്കിൽ വളരെ നിർണായക ഘടകമാണ്, ക്വാഡ് മെമ്പറാണ്, ഇതെല്ലാം ഓക്കെയാണ്. ഇതെല്ലാം നിലനിൽക്കെ ഞങ്ങൾ പാകിസ്ഥാനെ ഇതിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇന്ത്യയുമായിട്ട് റിലേഷൻഷിപ്പ്, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു രാജ്യവും ഇങ്ങനെ തുറന്നു പറയേണ്ട ആവശ്യമില്ല. അമേരിക്കയും ഇങ്ങനെ തുറന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ത്യയും പറയത്തില്ല, ഇത് ആരും പറയത്തില്ല. അമേരിക്ക പർപ്പസ്ഫുള്ളി ഇവിടെ പാകിസ്ഥാന്റെ പേരെടുത്ത് പറയുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ പദ്ധതി വളരെ ക്ലിയർ ആണ്, വളരെ വ്യക്തമാണ്. അവർ ഓൾറെഡി തന്നെ ബ്ലൂ പ്രിന്റ് ഇട്ട് കഴിഞ്ഞു. ഇത് ബംഗ്ലാദേശ്, അതിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന മ്യാൻമറിൽ CIA നടത്തുന്ന കലാപരിപാടികൾ, അവർ കൊടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അവിടുത്തെ ആർമി അവർ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ ഈ ഭാഗങ്ങളിലൊക്കെ, ആ ബോർഡറുകളിലൊക്കെ അമേരിക്ക നടത്തുന്ന ഇൻഫ്ലുവൻസ് ഇതെല്ലാം വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിനകത്ത് അമേരിക്കയിൽ വരുന്ന 17-ാം തീയതി 250ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് അമേരിക്കയിൽ. ആ ആനിവേഴ്സറിക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നത് ആസിം മുനീറിനാണ്. പാകിസ്ഥാൻ്റെ ആർമി ജനറൽ ആസിം മുനീറിനെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് ഇന്ത്യക്ക് ഒരു ബാലൻസ് ആയിട്ട് പാകിസ്ഥാനെ വീണ്ടും ഒരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നു. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അമേരിക്കയ്ക്ക് ഈ കളി എല്ലാ കാലഘട്ടത്തിലും ഇതേ സ്വഭാവത്തോടു കൂടി അവർ ഇന്ത്യ എടുത്ത് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും, കൂടുതൽ ഫണ്ടുകൾ അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ജയിലുകളിൽ നിന്ന് കൂടുതൽ ക്രിമിനലുകൾ പുറത്തിറങ്ങും. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ എല്ലാം നോക്കിയിരുന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തിരുന്നോളൂ. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. ഏതെങ്കിലും രീതിയിൽ ഇന്ത്യക്കുള്ളിൽ ഒരു കലാപം സൃഷ്ടിക്കുക, ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ ഈ ഒരു പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഇന്ത്യക്കുള്ളിൽ. അതായത് ഇപ്പം നിലവിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം അത് തന്നെയാണ് ഇന്ത്യയുടെ എക്കോണമിക് ഗ്രോത്തിന്റെ കാരണം. ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ അന്തരീക്ഷം സ്റ്റേബിൾ ആയിരിക്കണം. ഇങ്ങനെ മാറി ഓരോ 5 വർഷവും ഗവൺമെന്റ് മാറി വരുന്നെങ്കിൽ പദ്ധതികളിൽ മാറ്റം ഉണ്ടാവും, പ്ലാനിൽ മാറ്റം ഉണ്ടാവും, സർക്കാരിന്റെ ടാക്സേഷൻസിൽ പല മാറ്റങ്ങളുണ്ടാവാം. അതുകൊണ്ട് സ്ഥായിയായ ഒരു ഗവൺമെന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റുകൾ കുറയും. അത് സ്വാഭാവികം, അതങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഡെമോക്രസിയെ മറികടന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഡെമോക്രാറ്റിക് രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന വേറൊരു സൈഡാണിത്. ആ ഒരു സൈഡും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. അതിലും വളരെ രസകരമായിട്ടുള്ള, മറ്റാരും കവർ ചെയ്യാത്ത രീതിയിലുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളും സബ്ജക്റ്റീവ് അനാലിസിസ് ഒക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. വാർത്തകൾ ഇനി ഒരുപാടുണ്ട്, ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ഈ വീഡിയോയിൽ. ഞാൻ അതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.